ചില എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് ഈശോ ജനങ്ങളോട് പറയുകയാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇതിനെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തിന്മ പ്രവർത്തിക്കുന്നതിനുമായിട്ട് നിങ്ങൾ സമ്പർക്കം ഉണ്ടാകരുതെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ തിന്മ പ്രവർത്തിക്കുന്നവര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്, നിങ്ങളുടെ ഇടയിൽ നന്മ മാത്രമേ ഉണ്ടാകാവൂ എന്ന് പൗലോസ്ലീഹ ഒരർത്ഥത്തിൽ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ഇടയിൽ സ്നേഹം ഉണ്ടായിരിക്കട്ടെ, സ്നേഹമില്ലാതെ മറ്റെന്തും ഉണ്ടെങ്കിലും കാര്യമില്ലെന്ന് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ചുരുക്കത്തിലെ ഇന്നത്തെ 2 വായനകളും നമ്മൾ ഓർമ്മിക്കുന്ന വലിയൊരു കാര്യമാണ്, ദൈവത്താൽ പ്രത്യേക രീതിയിൽ പ്രത്യേകമായ വിധത്തില് വിളിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെ പൗലോസ്ലീഹ പറയുന്നത്, വ്യഭിചാരികളുമായിട്ട് സമ്പർക്കം വരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരെയും അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടുള്ള അല്ലെങ്കിൽ സഭയിലെ അംഗങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഇടയിൽ പാപികളുമായിട്ട് നമ്മൾ സമ്പർക്കം ഉണ്ടാകരുതെന്നാണ് ഞാൻ വിവക്ഷിച്ചത് എന്നൊക്കെ പൗലോസ്ലീഹ പറയുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ എന്നൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ഇടയിൽ തിന്മകൾ ഉണ്ടാകരുത്, നന്മയിൽ അനുദിനം നമ്മൾ അഭിവൃദ്ധി പ്രാപിച്ചു വരണമെന്ന് എല്ലാവരും ദൈവവും വിശുദ്ധരും സഭയും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗവും ലേഖനഭാഗവും വായിച്ചു കഴിയുമ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഇടയിൽ സ്നേഹത്തിലെ അനുദിനം വളർന്നു വരുവാനുള്ള പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർപ്പിക്കും.